നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് 2025 മാർച്ച് 28 രാത്രി ഏകദേശം 10 മണി തൊട്ട് 2025 മാർച്ച് 30 വരെ രാത്രി ഒരു 10-10:30 വരെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. അതായത് ഏകദേശം 48 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. ഈ 48 മണിക്കൂറുകളിൽ അസാധാരണമായ സംഭവങ്ങൾ പ്രതീക്ഷിക്കുക. അതായത് അസാധാരണമായ സംഭവങ്ങൾ മാത്രം പ്രതീക്ഷിക്കുക. നിങ്ങൾക്കറിയാം, 2025 മാർച്ച് 29 രാത്രി 10:39 PM ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, സർപ്പം, ചന്ദ്രൻ കൂടെ ഇപ്പോൾ ശനി, ഈ ഇങ്ങനെ 6 ഗ്രഹങ്ങൾ മീനം രാശിയിൽ ഒത്തുകൂടിയാണ്. അതൊരു ചെറിയ കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു വലിയ തിക്കും തിരക്കും വരികയാണ്. അതിൽ തന്നെ ശനിയും സൂര്യനും ശത്രുക്കളുമാണ്. ബുധൻ നീചരാശിയിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ശനി മാറുന്നു. ഇടയ്ക്ക് പറയട്ടെ, അതായത് ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ദക്ഷിണയായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ലൈക്ക്, ഷെയർ, കമൻറ്റ് തുടങ്ങിയവ കൊണ്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. എന്തായാലും ഈ തിക്കും തിരക്കും വരുന്നത് അതൊരു കോമൺ സെൻസ് വെച്ച് പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ജ്യോതിഷം അറിയാത്തവർക്ക് അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. അല്പം പ്രശ്നങ്ങൾ വരാൻ, അതായത് ഒരു എല്ലാം കൂടി ഒരു വലിയ ആൾക്കൂട്ടത്തിൽ കിടന്ന് തിക്കിത്തിരക്കുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥ എല്ലാ ഗ്രഹങ്ങൾക്കും വരും. അത് മാത്രമല്ല, ആ നിൽക്കുന്ന രാശിയിൽ മാത്രമല്ല, മറ്റ് രാശികളെല്ലാം തന്നെ അത് അത്യാവശ്യം പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഒരു സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ആൾക്ക് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം, അതായത് ഞങ്ങൾ പറയുന്നത് അസാധാരണമായ സംഭവങ്ങൾ മാത്രം ഈ 48 മണിക്കൂറിൽ പ്രതീക്ഷിക്കാം. അതായത് വാഹനാപകടങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ അഗ്നിയുമായിട്ട്, അതായത് തീയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളുണ്ടാവാം. പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഈ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ആ രോഗങ്ങളെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാം. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇതിനോടൊപ്പം ഇതിൻ്റെ ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കന്നിരാശിക്കും മീനം രാശിക്കും മാത്രമല്ല, മറ്റ് പല രാശികൾക്കും ഇതിൻ്റെ ഒരു അനുരണനങ്ങൾ സംഭവിക്കാം. അതായത് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മീനം, കർക്കിടകമല്ല, ചിങ്ങം, കന്നി, ഈ 4 രാശിക്കാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. ഇപ്പോൾ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ 8ാം ഭാവത്തിലാണ് ഈ 6 ഗ്രഹങ്ങൾ ഒത്തുകൂടുന്നത്. അതിൽ തന്നെ ബുധനും ശുക്രനും അനുകൂലമാണ്. എങ്കിലും പൊതുവെ അഷ്ടമത്തിൽ ഈ 6 ഗ്രഹങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് കന്യരാശിക്കാണ്.
അതുപോലെ ഈ 6 രാശിയിൽ നിൽക്കുന്നത് 6 നക്ഷത്രങ്ങൾ നിൽക്കുന്നത് മീനം രാശിയിലുമാണ്. കൂടാതെ മേടം രാശിയുടെ 12ാം ഭാവത്തിലാണ് ഈ 6 ഗ്രഹങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ദൃഷ്ടി ചെയ്യുന്നത് കന്നി രാശിയിലേക്കാണ്, അതായത് തുലാം രാശിയുടെ 12ാം ഭാവത്തിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇത് കൂടാതെ ഓരോ രാശിക്കാർക്കും ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഇപ്പം ഈ പറഞ്ഞ രാശികൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞ സമയത്ത് ഈ 48 മണിക്കൂർ, അതായത് 2025 മാർച്ച് 28 രാത്രി ഏകദേശം ഒരു 10 മണി തൊട്ട് 30-ാം തീയതി മാർച്ച് 30-ാം തീയതി 2025 മാർച്ച് 30-ാം തീയതി രാത്രി ഒരു 10-10:30 വരെ ഉള്ള ആ 48 മണിക്കൂർ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറയാം, ഈ നാഷണൽ ഹൈവേയിലോട്ട് നമ്മൾ ഒരു ഇട റോഡിൽ നിന്ന് കയറുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പരമാവധി സ്പീഡിലായിരിക്കും വണ്ടികളൊക്കെ ഓടുന്നത്. ഭൂരിപക്ഷം വണ്ടികൾ ഓടുന്നത് വളരെ സ്പീഡിലായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു വാഹനത്തിൽ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് നമ്മൾ ഈ നാഷണൽ ഹൈവേയിലോട്ട് കയറുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ശനി ഒരു 2.5 വർഷമായിട്ട് കുംഭം രാശിയിൽ സ്വക്ഷത്ര ഫലമായിട്ട് നിൽക്കുകയായിരുന്നു. ആ രാശിയിൽ നിന്ന് പെട്ടെന്ന് മീനം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ നാഷണൽ ഹൈവേയിലോട്ട് കയറുന്ന ഒരു ഇഫക്റ്റ്, അതായത് ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പടികൾ ചവിട്ടി കയറുമ്പോൾ, ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ഒന്ന് കാല് വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ശനി സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് 2.5 വർഷം സ്വക്ഷേത്രത്തിൽ നിന്നിട്ട് മറ്റൊരു രാശിയിലേക്ക് പദം ഊന്നുമ്പോൾ, രാശി മാറുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ആ മാറുന്ന ആ കാലയളവിൽ, അതായത് ഏകദേശം 48 മണിക്കൂറാണ് ഞാൻ പറഞ്ഞത്. അതായത് 2025 മാർച്ച് 29 രാത്രി 10:39 PM ശനി മാറുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പിലുള്ള 24 മണിക്കൂറും അതിനുശേഷമുള്ള 24 മണിക്കൂറും, അതായത് ആ മാറ്റം സംഭവിക്കുന്ന ആ 48 മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനിഷ്ടം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ആർക്കും തന്നെ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും അപ്രതീക്ഷിത ധനലാഭം, അപ്രതീക്ഷിത സൗഭാഗ്യം, സമ്പൽ സമൃദ്ധിയും വെളിച്ചവും ഐശ്വര്യവും എല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.